ഹലോ ഗായ്സ്, അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെന്ന് പറയുന്നുണ്ടല്ലേ. ഞാനത് ഈ അടുത്താണ് ശ്രദ്ധിച്ചത്. എന്തായാലും സാരമില്ല. ഞാനിന്ന് വണ്ടാനം വരെ പോകണമായിരുന്നു. അപ്പോൾ അതുവഴി പോകുന്ന വഴിക്ക് നമ്മളെടുത്ത കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം ഷടപടേ എന്നാണെന്ന് വിചാരിക്കരുത്. എല്ലാ വീഡിയോസിനകത്തും ഞാൻ കുറേ പെട്ടെന്ന് ഇങ്ങനെ ഇടാറുണ്ട്. പക്ഷേ ഇന്ന് ഇത്തിരി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും അവിടെ ചെന്നു വേഗത്തിലെല്ലാം കഴിയുമെന്ന് വിചാരിച്ചു. എന്നാലും കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാനായിട്ട് ഞാനും എൻ്റെ കൂടെ വന്ന ആളും ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടൊരു ഷവർമയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ചിക്കൻ റോള്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മൾ വണ്ടാനം വിടുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് എന്താ പറയുന്ന ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, ആ സംഭവം ഉണർത്തുന്ന ഒരു കാഴ്ച കണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എലഞ്ഞിക്ക എന്ന് പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിന് തൊട്ടടുത്ത് ഈ ഒരു കായ ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ പെറുക്കുന്നതുകൊണ്ട് ഞാനും പെറുക്കുമായിരുന്നു. ഒരു കവർപ്പൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു പച്ചപ്പും കുളിർമയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തായാലും തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണിയൊക്കെ നടക്കുകയാണെങ്കിലും നമ്മൾ അതുവഴി ന്യൂന്ന് വലിഞ്ഞ് കയറി അവിടെ ചെന്നപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ വലയൊക്കെ ഇടുന്നു കേട്ടോ. നമ്മൾ പുള്ളിക്കാരൻ്റെ അടുക്ക പറഞ്ഞു, ചേട്ടാ ഒന്നുകൂടെ ഒന്ന് ഇടാം, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ പറഞ്ഞു പിന്നെന്താ ഇട്ട് തരാമല്ലോ. പുള്ളിക്കതൊരു വലിയ കാര്യമല്ലല്ലോ, കാരണം അവരുടെ ഒരു നിത്യതൊഴില്ല. അപ്പം അത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് പുള്ളിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു കൊടുത്ത പണിയും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മളോട് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് നിൽക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ നല്ല പാടാണ് കേട്ടോ. നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ വലയിടുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നല്ല രസമാണ്. നമ്മൾ ചെന്നപ്പം വിചാരിച്ചില്ല, ഒരു മീൻ പോലും കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ വലയ്ക്കകത്ത് 2-3 മീനുണ്ടായിരുന്നു. അത് കണ്ടപ്പം ഭയങ്കര ഹാപ്പിയായി. പുള്ളി പിടിച്ചു വെച്ച മീനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. ബായ്.